Welcome back to our channel. In the previous class, we discussed the first part of the chapter Horigalu by Sudhamurthy. And we know that Sudhamurthy describes about her grandfather and the relationship between her grandfather and Horigalu in her village. Dear students, കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് ഹൊറിഗള്ളു എന്ന അനക്ഡോട്ടിൻ്റെ ഫസ്റ്റ് പാർട്ടാണ്. അതിൽ നമുക്കറിയാം സുധാമൂർത്തി അവരുടെ വില്ലേജിലുള്ള ഹൊറിഗള്ളുവിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ പിന്നീട് അവർ പറയുന്ന അവരുടെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ചാണ്. ഈ ഗ്രാൻഡ് ഫാദറും ഈ ഹൊറിഗള്ളും തമ്മിലൊരു ക്ലോസ് റിലേഷൻഷിപ്പ് ഉണ്ട്. നമുക്കറിയാം ഗ്രാൻഡ് ഫാദർ റിട്ടയർഡ് സ്കൂൾ മാസ്റ്ററാണ്. അദ്ദേഹം കൂടുതൽ സമയം ചെലവഴിക്കുന്ന ഈ ഹൊറിഗള്ളുവിൻ്റെ അടുത്താണ്. അദ്ദേഹം വില്ലേജേഴ്സിനോടും അതിലൂടെ പാസ് ചെയ്യുന്ന ട്രാവലേഴ്സിനോടൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ വില്ലേജേഴ്സും ട്രാവലേഴ്സും അവരുടെ പ്രോബ്ലംസ് ഗ്രാൻഡ് ഫാദറിനോട് പറയുകയാണ് ചെയ്യുന്നത്. അവർ പറയുമ്പോൾ ഗ്രാൻഡ് ഫാദർ എല്ലാം കേൾക്കുന്നുണ്ട്. അങ്ങനെ കേൾക്കുന്നതിലൂടെ ഈ വില്ലേജേഴ്സിനും ട്രാവലേഴ്സിനും ഒരു ആശ്വാസം കിട്ടും. അവരവരുടെ യാത്ര തുടർന്നു പോകും. ദെൻ നമ്മൾ സ്റ്റോപ്പ് ചെയ്തത് അതിൽ പറയുന്നുണ്ട്, ഗ്രാൻഡ് ഫാദർ പറയുന്നുണ്ട്, എ ഹൊറിഗള്ളു ഈസ് എസെൻഷ്യൽ ഇൻ എവറി ജേർണി. നമ്മുടെ എല്ലാ യാത്രയിലും നമുക്കൊരു ഹൊറിഗള്ളു വേണം. എങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ ശക്തി തിരിച്ചു കിട്ടുള്ളൂ എന്നാണ് പറയുന്നത്. അവിടെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ സ്റ്റോപ്പ് ചെയ്ത്. നൗ ലിസൺ ടു നെക്സ്റ്റ് പാരഗ്രാഫ്. Later on in life, I go to see something that reminded me of that stone bench once again. പിന്നീട് സുധാമൂർത്തി പറയുന്നത് അവരുടെ കുട്ടിക്കാലത്തെ എക്സ്പീരിയൻസ് ആണ് ഫസ്റ്റ് പാർട്ടിൽ പറയുന്നത്. അവർ കുട്ടിക്കാലത്ത് വില്ലേജിൽ ചെലവഴിച്ച സമയത്ത് ഗ്രാൻഡ് ഫാദറും ഈ ഹൊറിഗള്ളുവിനെ കുറിച്ചൊക്കെയാണ് ഫസ്റ്റ് പാർട്ടിൽ പറഞ്ഞത്. പിന്നീട് അവർ പറയുന്നത് ലേറ്റർ ഓൺ ഇൻ ലൈഫ് ഐ ഗോ ടു സീ സംതിങ് ദാറ്റ് റിമൈൻഡഡ് മീ ഓഫ് ദാറ്റ് സ്റ്റോൺ ബെഞ്ച് ഓൺസ് അഗെയിൻ. പിന്നീട് അവരുടെ ജീവിതത്തിൽ ഈ സ്റ്റോൺ ബെഞ്ചിനെ, ഈ ഹൊറിഗള്ളുവിനെ ഓർമ്മിപ്പിക്കുന്ന ഒരു സംഭവം അവരുടെ ലൈഫിലുണ്ടായി. ഐ വാസ് വർക്കിംഗ് ഇൻ ബോംബെ, നൗ മുംബൈ. വൺ ഓഫ് മൈ കൊളീഗ്സ് രത്ന വാസ് എ സീനിയർ ക്ലർക്ക്, മിഡിൽ ഏജ്ഡ് ആൻഡ് ആൾവേസ് സ്മൈലിംഗ്. പിന്നീട് അവർ യുവതിയായി. ആ സമയത്ത് അവർ മുംബൈയിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവരുടെ കൂടെയുള്ള ഒരു കൊളീഗായിരുന്നു, സഹപ്രവർത്തകയായിരുന്നു രത്ന. ഈ രത്ന ആരാ? ഒരു സീനിയർ ക്ലർക്കാണ്. ആ കമ്പനിയിലെ സീനിയർ ക്ലർക്കായിരുന്നു, മിഡിൽ ഏജ്ഡ് ലേഡിയാണ്. ഷി വാസ് ആൾവേസ് സ്മൈലിംഗ്. അവരുടെ പ്രത്യേകത എന്താ? എപ്പോഴും ഒരു സ്മൈലിംഗ് ഫേസുള്ള ആളായിരുന്നു രത്ന. ഷീ ഹാഡ് ബീൻ ഡൺ ഹർ ഗ്രാജുവേഷൻ ആൻഡ് ബീൻ വർക്കിംഗ് ഇൻ ദ 25 years. ഷീ വെൻറ്റ് അബൌട്ട് ഹർ റിപ്പീറ്റേറ്റീവ് മുണ്ടെയിൻ വർക്ക് വിത്ത് ആൻ ഇൻഫെക്ഷ്യസ് ചിയർഫുൾനെസ്. ദെൻ രത്നയെക്കുറിച്ചാണ് പറയുന്നത്. ക്യാരക്ടർ സ്കെച്ചൊക്കെ ഇടയ്ക്ക് ചോദിക്കുന്നതാണ്, ശ്രദ്ധിക്കുക. ഷീ ഹാഡ് ഡൺ ഹർ ഗ്രാജുവേഷൻ ആൻഡ് ബീൻ വർക്കിംഗ് ഇൻ ദ കമ്പനി ഫോർ നിയർലി 25 years. This Ratna, after completed her graduation, she has been working in the company for nearly 25 years. ഏകദേശം 25ഓളം വർഷം, ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം 25ഓളം വർഷം രത്ന ഈ സെയിം കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഷി വെൻറ്റ് അബൌട്ട് ഹർ റിപ്പീറ്റേറ്റീവ് ജോബ്. ഹർ ജോബ് ഈസ് റിപ്പീറ്റേറ്റീവ്. ദാറ്റ് മീൻസ് എല്ലാ ദിവസവും സെയിം ജോലിയാണ് ചെയ്യുന്നത്. മുണ്ടെയിൻ മീൻസ് ഡൾ വർക്കാണ്. അതായത് സ്ഥിരമായിട്ട് ഒരേ ജോലി ചെയ്യുമ്പോൾ നമുക്കൊരു മടുപ്പുണ്ടാവും. ബട്ട് ഈ രത്ന എങ്ങനെയാണ് ജോലി ചെയ്യുന്നത്? വിത്ത് ആൻ ഇൻഫെക്ഷ്യസ് ചിയർഫുൾനെസ്. മറ്റുള്ളവരെ കൂടി ഹാപ്പി ആക്കുന്ന രീതിയിലുള്ള ഒരു ഫേസ് ആയിരുന്നു, ഒരു ആറ്റിറ്റ്യൂഡായിരുന്നു രത്നയ്ക്ക് ഉണ്ടായിരുന്നത്. എവറി ഡേ ഡ്യൂറിങ് ദ ലഞ്ച് അവർ ഷീ വുഡ് സിറ്റ് വിത്ത് സം പേഴ്സൺ ഇൻ വൺ ഓഫ് ദ റൂംസ് ആൻഡ് ദേ വുഡ് ഹാവ് ലോങ് ചാറ്റ്സ്. അപ്പോൾ രത്ന സ്ഥിരമായിട്ട് എന്ത് ചെയ്യാറുണ്ട്? ഈ ലഞ്ച് അവേഴ്സ് ടൈമിൽ, ലഞ്ച് കഴിക്കുന്ന സമയത്ത് കമ്പനിയിൽ അവരെ കൂടെയുള്ള ആളുകളുടെ കൂടെ, ഒന്നോ രണ്ടോ ആളുകളുടെ കൂടെ റൂമിൽ ഇരുന്നിട്ട് ഒരുപാട് സംസാരിക്കാറുണ്ട്. ഐ വുഡ് ഓഫൺ വണ്ടർ വാട്ട് ദേ ടോക്ക്ഡ് അബൌട്ട്. വൺ ഡേ ഐ ഫൈനലി ആസ്ക്ഡ് ഹർ, രത്ന, വാട്ട് ഡു യു ടോക്ക് വിത്ത് ഈച്ച് പേഴ്സൺ ഫോർ ദ വോൾ ലഞ്ച് അവർ? രത്ന സ്മൈൽഡ് ആൻഡ് സെഡ് സിംപിളി, ദേ ഷെയർ ദേ ട്രബിൾസ് വിത്ത് മീ. സോ ഒരു ദിവസം സുധാമൂർത്തി അവരോട് ചോദിക്കുകയാണ്, രത്ന, എന്താണ് നിങ്ങളിങ്ങനെ ലോങ് ചാറ്റ്സ് നടത്തുന്നത്? സ്ഥിരം ആളോട് ഉച്ചയ്ക്ക് ഭക്ഷണം സമയത്ത് ഇത്ര സംസാരിക്കാൻ എന്താ? എന്തിനെക്കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? രത്ന സിമ്പിളായിട്ട് പറയാണ്, ദേ ഷെയർ ദെയർ ട്രബിൾസ് വിത്ത് മീ. അവരെന്ത് ചെയ്യാണ്? അവരുടെ പ്രശ്നങ്ങൾ എന്നോട് ഷെയർ ചെയ്യാണ് എന്നാണ് രത്ന സുധാമൂർത്തിയോട് പറയുന്നത്. ബട്ട് ഹൗ ക്യാൻ യു സോൾവ് ദ ട്രബിൾസ് ഓഫ് സോ മെനി പീപ്പിൾ? ഡു യു ആൾവേസ് ഹാവ് എനി ആൻസർ ഫോർ ദം? സോ സുധാമൂർത്തി അവരോട് ചോദിക്കുകയാണ്. അന്ന് സുധാമൂർത്തി വളരെ യങ് ആണ്. സോ രത്നയോട് ചോദിക്കുകയാണ്, ഹൗ ക്യാൻ യു സോൾവ് ദ ട്രബിൾസ് ഓഫ് സോ മെനി പീപ്പിൾ? ഇത്ര ആളുകളുടെ പ്രോബ്ലംസ് പരിഹരിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കും? ഡു യു ആൾവേസ് ഹാവ് ആൻ ആൻസർ ഫോർ ദം? അവരുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങളൊരു സൊല്യൂഷൻ കൊടുക്കുന്നുണ്ടോ? അവർക്കൊരു മറുപടി കൊടുക്കാൻ നിങ്ങൾക്ക് സാധിക്കാറുണ്ടോ? നോ, ഐ ഓൺലി ലിസൺ. രത്ന എന്താ പറയുന്നത്? ഐ ഓൺലി ലിസൺ ടു ദം. ഞാൻ അവർ പറയുന്നത് ജസ്റ്റ് കേൾക്കുക മാത്രമേ ഉള്ളൂ.
And that is enough. That solves the problem. I was young and incredulous at such a simplistic outlook. But Ratna answered with the same patience and affection that she must have used with all my colleagues. I am not a trained counselor or an intellectual. No one can solve your problem. You have to do it yourself. സുധാമൂർത്തി രത്നയോട് ചോദിക്കുകയാണ്, ആൻഡ് ദാറ്റ് ഈസ് എനഫ്. ഒരാളുടെ പ്രശ്നം ജസ്റ്റ് കേൾക്കുന്നതിലൂടെ എങ്ങനെയാണ് പരിഹരിക്കപ്പെടുക? ദാറ്റ് സോൾവ്സ് ദ പ്രോബ്ലം. അതിലൂടെ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമോ? ഐ വാസ് യങ് ആൻഡ് ഇൻക്രെഡിബിൾസ് അറ്റ് സച്ച് സിംപ്ലിസിറ്റിക് ഔട്ട്ലുക്ക്. സുധാമൂർത്തി പറയണം, അന്ന് ഞാൻ വളരെ യങ് ആയിരുന്നു, അതുകൊണ്ട് ഇവർ പറഞ്ഞ ഈ ഒരു കാര്യം എനിക്ക് അത്ര മനസ്സിലായില്ല. ബട്ട് രത്ന ആൻസേർഡ് വിത്ത് ദ സെയിം പേഷ്യൻ ആൻഡ് അഫെക്ഷൻ ദാറ്റ് ഷീ മസ്റ്റ് ഹാവ് യൂസ്ഡ് വിത്ത് ആൾ മൈ കൊളീഗ്സ്. പക്ഷേ രത്ന എല്ലാവരോടും പറയുന്ന പോലെ, പെരുമാറുന്ന പോലെ വളരെ സ്നേഹത്തോടെ എന്താണ് പറയുന്നത്? ഐ ആം നോട്ട് എ ട്രെയിൻഡ് കൗൺസിലർ ഓർ ആൻ ഇൻ്റലക്ച്വൽ. ഞാനൊരു ട്രെയിൻഡ് കൗൺസിലർ അല്ല, അതുപോലെ ഇൻ്റലക്ച്വലും അല്ല, ബുദ്ധിജീവിയല്ല. ഇപ്പം നമുക്കറിയാം, സാധാരണയായിട്ട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോകും, അല്ലേ? സൈക്കോളജിക്കൽ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് പോകും, അവർ നമുക്ക് കൗൺസിലിംഗ് തരും. പക്ഷേ രത്ന പറയണം, ഞാനതൊന്നുമല്ല. നോ വൺ ക്യാൻ സോൾവ് യുവർ പ്രോബ്ലം. ഒരാൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കില്ല. യു ഹാവ് ടു ഡു ഇറ്റ് യുവർ സെൽഫ്. നമ്മുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് നമ്മളാണ്. അതാണ് രത്ന പറയുന്നത്. അതായത് ഒരാളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് അയാൾ തന്നെയാണ്, അല്ലാതെ വേറൊരാളല്ല. പക്ഷേ ഒരാൾ പ്രശ്നം മറ്റൊരാൾ കേൾക്കുന്നതിലൂടെ എന്ത് ചെയ്യും? ഈ പ്രശ്നം അനുഭവിക്കുന്ന ആൾക്ക് ഒരുപാട് സമാധാനം കിട്ടും. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കൊരുപാട് പ്രശ്നങ്ങളുണ്ട്. നമ്മളെ ഏറ്റവും ഡിയറസ്റ്റ് ആയിട്ടുള്ള ഒരാളോട് പറയുന്നതിലൂടെ അയാൾ നല്ല രീതിയിൽ അത് കേൾക്കുകയാണെങ്കിൽ നമുക്കൊരു ആശ്വാസം കിട്ടും. അതാണ് ഇവിടെ രത്ന പറയുന്നത്. ദെൻ ഹൗ ഡു യു ഹെൽപ്പ് ദം ബൈ ലിസണിങ് ടു ദം? അപ്പോൾ സുധാമൂർത്തി വീണ്ടും ചോദിക്കുകയാണ്, ഒരാൾ പ്രശ്നം കേൾക്കുന്നതിലൂടെ അവർക്ക് എങ്ങനെയാണ് സഹായം കിട്ടുന്നത്? ഗോഡ് ഹാസ് ഗിവൺ മീ 2 ears ടു ലിസൺ ടു അതേഴ്സ്. രത്ന എന്താ പറയുന്നത്? ദൈവം എനിക്ക് 2 ചെവി തന്നിട്ടുണ്ട്, അത് മറ്റുള്ളവരുടേത് കേൾക്കാനാണ്. ഐ ഹിയർ ദം ഔട്ട് വിത്ത് സിമ്പതി ആൻഡ് വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്. ആളുകൾ പറയും, എന്ത് ചെയ്യും? ഞാനത് ശ്രദ്ധയോടെ കേൾക്കും. ആൻഡ് വിത്തൗട്ട് എനി ജഡ്ജ്മെൻറ്റ്, യാതൊരു ജഡ്ജ്മെൻറ്റും നടത്തൂല. വെൻ എ പേഴ്സൺ ഇൻ ട്രബിൾ ഓർ അണ്ടർ എ ലോട്ട് ഓഫ് സ്ട്രെയിൻ ഫൈൻഡ്സ് ആൻ ഔട്ട്ലെറ്റ് ഫോർ ഹിസ് വറീസ്, ഇറ്റ് റിലീവ്സ് ഹാഫ് ഹിസ് ബേർഡൻ. അതായത് ഒരാൾ ഏറ്റവും കൂടുതൽ പ്രശ്നം അനുഭവിക്കുമ്പോൾ അയാൾക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് എന്താ? അയാൾ പ്രശ്നം കേൾക്കാൻ ഒരാളാണ്, ഒരു പ്ലേസാണ്, ഒരു വ്യക്തിയാണ്. അതിലൂടെ എന്ത് ചെയ്യും? അയാൾക്ക് ഒരുപാട് ആശ്വാസം കിട്ടും. ഐ തോട്ട് ഫോർ സം ടൈം ആൻഡ് സെഡ്, ബട്ട് ഡോണ്ട് യു എവർ ബ്രേക്ക് ദ കോൺഫിഡൻസ് ആൻഡ് ടെൽ അതേഴ്സ് ദ സീക്രട്ട് യു ഹിയർ ഈവൺ ബൈ മിസ്റ്റേക്ക്. സുധാമൂർത്തി വീണ്ടും രത്നയോട് ചോദിക്കുകയാണ്, സപ്പോസ് നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങൾ, ആളുകൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ അറിയാതെങ്കിലും മറ്റുള്ളവരോട് പറയോ? അതായത് ഇപ്പോൾ ഒരാളുടെ പ്രശ്നങ്ങൾ എന്ന് പറയുന്ന അയാളെ സീക്രട്ടാണ്, അത് രത്നയോട് പറയുന്നതിലൂടെ രത്ന അത് വേറെ ആരോടെങ്കിലും ഷെയർ ചെയ്യുമോ എന്നാണ് ചോദിക്കുന്നത്. നോട്ട് ഈവൺ ഇൻ മൈ ഡ്രീംസ് ഐ കൺസിഡർ ദാറ്റ് ടു ബി ദ വേർസ്റ്റ് കൈൻഡ് ഓഫ് ബിട്രയൽ. അപ്പോൾ രത്ന എന്താ പറയുന്നത്? ഒരിക്കലും ഞാൻ അങ്ങനെ ചെയ്യൂല. കാരണം എന്താ? ഇറ്റ് ഈസ് എ വേർസ്റ്റ് കൈൻഡ് ഓഫ് ബിട്രയൽ. അതായത് വഞ്ചന. ബിട്രയൽ മീൻസ് വഞ്ചന. വഞ്ചനയുടെ ഏറ്റവും അങ്ങേയറ്റത്തെ ഒന്നാണെന്ത്? നമ്മളെ ഒരാൾ വിശ്വസിച്ച് പറഞ്ഞ കാര്യങ്ങൾ മറ്റൊരാളോട് ഷെയർ ചെയ്യുക. ഐ ഡോണ്ട് തിങ്ക് ദർ ഈസ് ഗ്രേറ്റർ സിൻ ദാൻ ബീട്രയിങ് സമ്മൺസ് കോൺഫിഡൻസ്. ഒരാളെ കോൺഫിഡൻസിനെ വഞ്ചിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ തെറ്റ്. ദേ ടെൽ മീ ദെയർ വറീസ് ബിക്കോസ് ദേ നോ ഐ വിൽ നെവർ ടോക്ക് അബൌട്ട് ഇറ്റ് ഓർ ഗോസിപ്പ് അബൌട്ട് ഇറ്റ് ടു അനദർ പേഴ്സൺ. ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ എന്നോട് പറയാനുള്ള പ്രധാന കാരണം എന്താ? അവർക്ക് ഉറപ്പാണ് അവരെന്നോട് പറയുന്ന കാര്യങ്ങൾ ഞാൻ സീക്രട്ടായിട്ട് കീപ്പ് ചെയ്യും, ഞാനത് വെച്ച് ഗോസിപ്പൊന്നും ഉണ്ടാക്കില്ല എന്ന് ആളുകൾക്ക് ഉറപ്പുണ്ട്. ഓൺലി വെൻ ദേ നോ ദെയർ വേർഡ്സ് ആർ സെക്യൂർ വിത്ത് മീ ക്യാൻ ദേ ടോക്ക് ടു മീ ഫ്രീലി. അതായത് അവരുടെ വാക്കുകൾ എൻ്റെ അടുത്ത് സെക്യൂർ ആണെന്ന് ഉറപ്പുണ്ടാകുമ്പോൾ മാത്രമേ അവർ ഫ്രീ ആയിട്ട് സംസാരിക്കുള്ളൂ. ഇവിടെ നമ്മൾ ശ്രദ്ധിച്ചാൽ മതി, നമുക്കൊരുപാട് ഫ്രണ്ട്സ് ഉണ്ടാവും, കൂടെയുള്ള പഠിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മളെ ഏറ്റവും ഡിയറസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് ആരാവും? നമ്മൾ പറയുന്ന കാര്യങ്ങൾ, നമ്മളയാളെ വിശ്വസിച്ച് പറയുന്ന സീക്രട്സ് കീപ്പ് ചെയ്യുന്ന ആളോട് മാത്രമേ നമ്മൾ നമ്മുടെ രഹസ്യങ്ങൾ പറയുള്ളൂ. കാരണം എന്താ? നമ്മൾ പറയുന്ന കാര്യങ്ങൾ അയാളുടെ അടുത്ത് സെക്യൂർ ആവണം, എങ്കിൽ മാത്രമേ നമ്മൾ പറയുള്ളൂ. അല്ലാതെ അത് വെച്ചിട്ട് ബ്ലാക്ക് മെയിൽ ചെയ്യുന്ന, ഗോസിപ്പ് ഉണ്ടാക്കുന്ന, പരിഹസിക്കുന്ന ആളുകളോട് നമ്മൾ ഒരിക്കലും ഒരു കാര്യം തുറന്ന് പറയില്ല. അതാണ് ഇവിടെ രത്ന പറയുന്നത്. ദിസ് വേ ഐ റിലീവ് ദെയർ ബേർഡൻ ഫോർ എ ഷോർട്ട് വൈൽ ടിൽ ദേ ആർ റെഡി ടു പിക്ക് ദംസെൽവ്സ് അപ്പ് ആൻഡ് ക്യാരി ഓൺ വിത്ത് ദെയർ ജേർണി. ഇങ്ങനെ ആളുകൾ അവരുടെ പ്രശ്നങ്ങൾ പറയുന്നതിലൂടെ, എന്നോട് പറയുമ്പോൾ ഞാനത് ശ്രദ്ധിച്ച് കേൾക്കുന്നതിലൂടെ ആളുകൾക്ക് എന്ത് ചെയ്യും? അവരുടെ ശക്തി തിരിച്ചു കിട്ടും. അവർ വീണ്ടും ജീവിതത്തിൽ മുന്നേറാൻ അതൊരു കാരണമാകുമെന്നാണ് രത്ന പറയുന്നത്.
Then listen to next paragraph. Her words uncannily echoed my grandfather's, sitting on the stone bench under the banyan tree. ഈ വാക്കുകൾ കേട്ടപ്പോൾ, അതായത് മറ്റുള്ളവർ പ്രശ്നങ്ങൾ പരിഹരിക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുന്നതിലൂടെ ആളുകൾക്ക് ആശ്വാസം കിട്ടും, അവർക്ക് വീണ്ടും അവരുടെ യാത്ര തുടരാൻ സാധിക്കും എന്നുള്ള ഈ വേർഡ്സ് കേട്ടപ്പോൾ സുധാമൂർത്തി അവരുടെ ഗ്രാൻഡ് ഫാദറിനെ കുറിച്ച് ഓർക്കുകയാണ്. നമുക്കറിയാം, നേരത്തെ ഗ്രാൻഡ് ഫാദറും ഇതേ ഡയലോഗ് പറയുന്നുണ്ട്. എല്ലാ യാത്രയിലും നമുക്കൊരു ഹൊറികൾ വേണം, അതായത് നമുക്ക് പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഇറക്കി വെക്കാനൊരു പ്ലേസ് വേണമെന്ന് ഗ്രാൻഡ് ഫാദർ പറയുന്നുണ്ട്. സോ സുധാമൂർത്തി ചിന്തിക്കുകയാണ്, ഗ്രാൻഡ് ഫാദറും രത്നയും പറയുന്നത് ഒരേ കാര്യങ്ങളാണ്. ഗ്രാൻഡ് ഫാദർ എവിടെയായിരുന്നു? ഇൻ ദ വില്ലേജ് അണ്ടർ ദ ബനിയൻ ട്രീ. ബനിയൻ ട്രീൻ്റെ ചോട്ടിലാണ് ഗ്രാൻഡ് ഫാദർ ഇരുന്നിരുന്നത്. പെർഹാപ്സ് ഇൻ ദെയർ ഓൺ സ്മാൾ വേസ് വിത്തൗട്ട് ആക്സസ് ടു ഗ്രേറ്റ് വെൽത്ത് ബോത്ത് ദീസ് പീപ്പിൾ വർ ഡൂയിങ് ട്രമെൻഡസ് സോഷ്യൽ സർവീസ്. സുധാമൂർത്തി പറയാണ്, ഈ രണ്ട് വ്യക്തികളും ഗ്രാൻഡ് ഫാദറും രത്നയും അവരുടേതായ രീതിയിൽ നല്ലൊരു സോഷ്യൽ സർവീസാണ് ചെയ്യുന്നത്. അതായത് മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കുകയാണ്, അതിലൂടെ ആളുകൾക്ക് ഒരു ആശ്വാസം കിട്ടും, അവർ ജീവിതത്തിൽ വീണ്ടും മുന്നോട്ട് പോകാൻ അവരെ സഹായിക്കും. No one thought of acknowledging their work or rewarding them for it, but they continued to do so as these acts of kindness gave them joy. അപ്പോൾ ഈ രണ്ട് പേരെയും ആളുകൾ അക്നോളജ് ചെയ്യുക അല്ലെങ്കിൽ അംഗീകരിക്കുകയോ അല്ലെങ്കിൽ റിവാർഡ് കൊടുക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പക്ഷേ എങ്കിൽ പോലും ഈ രണ്ട് പേരും, ഗ്രാൻഡ് ഫാദറും രത്നയും, അവരുടേതായിട്ടുള്ള രീതിയിൽ സോഷ്യൽ സർവീസ് ചെയ്യുന്നു. If ever now I happen to pass a Horigalu in a village, I remember them and wish there were many more of them in this world. ദെൻ ലാസ്റ്റ് സുധാമൂർത്തി പറയുന്നത്, ഇപ്പോഴും ഒരു ഗ്രാമത്തിലൂടെ പാസ് ചെയ്യുമ്പോൾ ഒരു ഹൊറിഗള്ളു കാണുമ്പോൾ ഞാൻ എന്ത് ചിന്തിക്കാറുണ്ട്? ഗ്രാൻഡ് ഫാദറിനെയും രത്നിയെയും പോലുള്ള ഒരുപാട് ഹൊറിഗള്ളൂസ് വേണം. കാരണം മോഡേൺ ലൈഫിൽ ആളുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് പരിഹരിക്കാൻ, മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ ഒരു ഔട്ട്ലെറ്റ് വേണമെന്നാണ് സുധാമൂർത്തി പറയുന്നത്. സോ ഈ ചാപ്റ്റർ ശ്രദ്ധിക്കുക. ഇവിടെ ഓദർ ചെയ്യുന്നത് എന്താ? ഹൊറിഗള്ളു എന്നുള്ള കൺസെപ്റ്റ് നമുക്കറിയാം, വില്ലേജിൽ ഉണ്ടായിരുന്ന ഒന്നാണ് ഹൊറിഗള്ളു. ആളുകൾക്ക് തലയിലെ ചുമട് ഇറക്കി വെച്ച് വിശ്രമിക്കാനുള്ള പ്ലേസാണ് ഹൊറിഗള്ളു. അതുപോലെ നമ്മുടെ ലൈഫിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ അത് ഇറക്കി വെച്ച് അത് കേൾക്കാൻ ഉള്ള ആളുകൾ വേണം. ആരെ പോലെ? ഗ്രാൻഡ് ഫാദറിനെയും രത്നിയെയും പോലെ. ഇത്രയാണ് ഈ ചാപ്റ്ററിലുള്ളത്. ഇനി നമുക്കിതിൻ്റെ ആക്ടിവിറ്റി നെക്സ്റ്റ് വീഡിയോയിൽ ചെയ്യാം. താങ്ക് യു ഓൾ.